വാഴ 2വിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ഹാഷിർ ലീഡിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഞൊടി എന്നാണ് ചിത്രത്തിന് പേരാ നൽകിയിട്ടുള്ളത്. ചിത്രത്തിലെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ഹാഷിറിനെ കൂടാതെ അമീനും കൂടാതെ തന്നെ ലുക്മാനും ചന്തു ഒക്കെ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ കാസ്റ്റോട് കൂടി തന്നെ കണ്ടപ്പോൾ ഒരു പ്രോമിസിംഗ് പ്രൊജക്റ്റ് ആണെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പടത്തിൻ്റെ വർക്കും പരിപാടികളൊക്കെ തന്നെ ഉടനെ സ്റ്റാർട്ട് ആകുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ ആദ്യമേ അഭിനയിച്ച് പുറത്തിറക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തുടക്കം എന്ന പടം. പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നല്ലൊരു ത്രില്ലിംഗ് ടൈപ്പുള്ള നല്ലൊരു പടത്തിന് വേണ്ടി നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക ആ ഒരു ട്രെയിലറിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അവസാനം ലാലേട്ടൻ്റെ ചെറിയൊരു ലുക്കായിട്ട് കാണിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ ആ ഒരു ട്രെയിലറിന് നല്ലൊരു ഹൈ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡ്യൂറേഷൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂറും 19 മിനിറ്റുമാണ് ചിത്രത്തിൽ ടോട്ടൽ ഡ്യൂറേഷനായി വരുന്നത്. ഗുഡ് ബാഡ് അഗ്ലി ചിത്രത്തിന് ശേഷം ആ ഒരു ഡയറക്ടർ ആക്ടർ കോംബോയിൽ പുറത്തിറക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഡെയർ ഡെവിൾ എന്നാണ് ചിത്രത്തിന് പേരായി നൽകിയിട്ടുള്ളൂ. ചിത്രത്തിന് ടൈറ്റിൽ ലുക്കുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അജിത്ത് തന്നെയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. നമ്മുടെ കമൻറ്റ് വഴി കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഈ ഒരു ചാനലിൽ ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡി ഉണ്ടോ എന്നൊക്കെ. അതുണ്ടെങ്കിൽ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മളിപ്പോൾ ഏറ്റവും പുതിയൊരു ഇൻസ്റ്റ അക്കൗണ്ട് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ചുകൂടി ഈ ഒരു മോഡായിരിക്കത്തില്ല, കുറച്ച് ഡിഫറൻ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈപ്സ് വീഡിയോസ് ഒക്കെ ഇടാൻ ഇനി അപ്കമിംഗ് ഡേയ്സിൽ ട്രൈ ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റിലായാലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കമൻറ്റ് വഴി ചോദിച്ചുള്ള ആദ്യം മൂവി അപ്ഡേറ്റ്സ് ചെയ്താൽ നോക്കുകയാണെങ്കിൽ A23 എന്ന അല്ലു അർജുൻ പടത്തെ പറ്റിയാണ്. ഈ ഒരു പടത്തിൻ്റെ ലേറ്റസ്റ്റ് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഒരു കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് ലുക്ക് ആൻഡ് യുണീക്ക് ലുക്ക് കൊടുക്കാനാണ് അല്ലു അർജുൻ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ റിസർച്ചും എക്സ്പെരിമെൻ്റ് ഒക്കെ തന്നെ ഇപ്പോൾ നടന്നു പോവുകയാണ്. ഡിഫറെൻറ്റ് അപ്പിയറൻസ് വരുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പെർഫെക്റ്റ് ലുക്കാണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ലുക്ക് ഇതിനു മുമ്പ് ചിലപ്പോൾ അല്ലു അർജുനെ കണ്ടു കാണില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമെന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്താഴ്ച ചോദിച്ചുള്ളത് വാരണാസി എന്ന പടത്തെ പറ്റിയാണ്. പടത്തിൻ്റെ 80% ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള SS രാജമൗലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 20% വരുന്ന ഷൂട്ടും കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതൊരു ബിഗ്ഗസ്റ്റ് ആക്ഷൻ സീക്വൻസ് ആണെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ VFX വർക്കുകളും അതിനൊപ്പം തന്നെ നടന്നു പോവുകയാണ്. എന്നാലേ അടുത്ത വർഷം പ്രോപ്പർ ടൈമിൽ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് പറഞ്ഞു തന്ന് തന്നെ പുറത്തിറക്കാൻ പറ്റൂ. പിന്നെ ഓപ്പറേഷൻ റയൽ എന്ന ജയസൂര്യ പടത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് ഷെഡ്യൂളൊക്കെ ആയാലും മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പിന്നെ വാഴ 3യെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ വർക്ക് ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ആയിട്ടില്ല. സ്റ്റാർട്ട് ആകുമ്പോൾ അതിനെപ്പറ്റി ഒരു കൂടുതൽ അപ്ഡേറ്റ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കങ്കുവ 2വിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ഇയർ ജനുവരി തന്നെ ഈ ഒരു പടമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ്. ലാലേട്ടൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതിമനോഹരം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ നായികയെത്ത മീര ജാസ്മിൻ്റെ ആ ഒരു സിനിമയിലെ പോർഷൻസ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നാനി നായകനെ തിയേറ്റർ റിലീസിനെത്തുന്ന ഏറ്റവും പുതിയൊരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രമാണ് പാരഡൈസ് എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന ഓഗസ്റ്റ് 6 പുറത്തിറക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ യാഷി നായകനെ എത്തുന്ന ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നിങ്ങളെ നേരത്തെ അറിയിച്ച പോലെ തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് 8 പുറത്തിറക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യയുടെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യ 48 എന്ന ചിത്രം. കറലി ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ ചെന്നൈയിൽ വെച്ച് നടക്കുകയാണെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സൂര്യ ഈ ഒരു പടത്തിലൊരു ഡോക്ടറിൻ്റെ വേഷത്തിലായിരിക്കും എത്തുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. SRKയുടെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കിങ് എന്ന ചിത്രം. പടത്തിൻ്റെ മ്യൂസിക് റൈറ്റ്സ് ഏകദേശം T Series 48 കോടി രൂപയുടെ ഒരു മാസീവ് ഡീല് ലോക്ക് ആക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ നടന്നു പോവുകയാണ്. പടം വരുന്ന ക്രിസ്മസ് റിലീസാണ് നിലവിൽ ടാർഗറ്റ് ചെയ്ത് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുള്ളത്. സൂര്യയുടെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ജിത്തു മാധവ് പടമാണ് സൂര്യ 47 എന്ന ചിത്രം. ഇപ്പോൾ സൂര്യൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് കൺഫേം ആക്കിയിട്ടുള്ളത് വിജയുടെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ജനനായകൻ എന്ന ചിത്രം. ചിത്രം ഇപ്പോൾ വേൾഡ് ആയിട്ട് 300 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യലി എൻ്റെ ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തമിഴിലെ ഒരു കൾട്ട് ഡയറക്ടറായിരുന്നു മണിരത്നം. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത് പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് കമലഹാസൻ ചിത്രമായിരുന്നു തഗ് ലൈഫ്. അതിനുശേഷം ഒരു പ്രോപ്പർ കംബാക്ക് അടിക്കാൻ പറ്റിയ ഒരു റൊമാൻറ്റിക്കൽ ചിത്രമായിട്ടാണ് അടുത്തായി മണിരത്നം വരാനിരിക്കുന്നത്. ഈ ഒരു പടത്തിൽ മെയിൻ ലീഡിലായി എത്തുന്നത് വിജയ് സേതുപതിയും സായി പല്ലവിയാണ്. പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ കൊൽക്കത്തയിൽ വെച്ചാണ് നടന്നു പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹോളിവുഡിൽ നിന്ന് ഇറങ്ങിയ ഒരു റൊമാൻറ്റിക്കൽ കോമഡി ചിത്രമായിരുന്നു ക്രേസി സ്റ്റുപ്പിഡ് ലവ് എന്ന ചിത്രം. ഒന്നെങ്കിൽ ആ ഒരു പടത്തിൻ്റെ റീമേക്കോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനോ ആണ് ഈ ഒരു വിജയ് സേതുപതി സായി പല്ലവി പടമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം ഒഫീഷ്യലി ഇതുവരെയായിട്ട് കൺഫേം ആക്കിയിട്ടില്ല, ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകൾ സൂചിപ്പിക്കുന്നതാണ്. പെപ്പയുടെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ആക്ഷൻ ഡിറ്റീരിയർ ചിത്രമായിരുന്നു കാട്ടാളൻ എന്ന ചിത്രം. പെപ്പയ്ക്ക് എന്നല്ല മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ചിത്രമാണ്. അതിനൊന്നാമത്തെ കാരണം പെപ്പയുടെ ഇടിപ്പടങ്ങളൊന്നും നിരാശപ്പെടുത്തിയിട്ടില്ല. പിന്നെ മാർക്കോ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ നെക്സ്റ്റ് മൂവി, കൂടാതെ തന്നെ അൻപറവ് മാസ്റ്റേഴ്സിൻ്റെ ഫൈറ്റ്, ഭയങ്കര ഗാങ്സ്റ്റർ പരിപാടി, മാസ്, പിന്നെ രവി ബസൂറിൻ്റെ BGM എല്ലാം കൂടെ ഇപ്പോൾ വലിയൊരു ഹൈപ്പുള്ളൊരു പടം തന്നെയായിരുന്നു. ഇനിഷ്യലി ഈ ഒരു പടത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ് പ്രകാരം ഇതൊരു സ്മോൾ ബഡ്ജറ്റ് പടമായിരുന്നു. പക്ഷേ പ്രൊഡ്യൂസറിൻ്റെ ഒക്കെ തന്നെ ഒരു നിർബന്ധപ്രകാരം ഈ ഒരു പടത്തിന് ബഡ്ജറ്റും കൂട്ടി ഭയങ്കര ഒരു ക്യാൻവാസിൽ എടുത്തുകൊണ്ടാണ് ഇത്രയും ബഡ്ജറ്റായി വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ചിന്തിച്ചത് അന്നൊരു പക്ഷേ ആ ഒരു സ്മോൾ ബഡ്ജറ്റിൽ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ റിക്കാർഡ്
റിക്കവർ ആയി പോകേണ്ട ടൈപ്പ് ഒരു പടം തന്നെയായിരുന്നു കാട്ടാളൻ. പക്ഷേ ഇത്രയും വലിയൊരു ഹ്യൂജ് ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് പടത്തിന് വലിയൊരു ലോസും വലിയൊരു പരാജയവും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. എങ്കിലും ചിത്രത്തിൻ്റെ OTT റിലീസിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ഓഗസ്റ്റ് 13 ചിത്രം മനോരമ മാക്സ് വഴി OTT റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. നിവിൻ്റെ ചിത്രങ്ങളിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പ്രൊജക്റ്റ് തന്നെയാണ് മൾട്ടിവേഴ്സ് മന്മഥൻ എന്ന ചിത്രം. ഈ ഒരു പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തന്നെ ഇപ്പോൾ 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 20% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പടത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം അവസാനത്തോടെ പടത്തിൻ്റെ പ്രോപ്പർലി വർക്ക് സ്റ്റാർട്ട് ആകുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഒരുപാട് നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല നിവിൻ്റെ മൾട്ടിവേഴ്സ് മന്മഥൻ എന്ന ചിത്രത്തിന് വേണ്ടിയെന്ന് ഇതിലൂടെ തന്നെ ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. വരുന്ന അപ്ഡേറ്റ്സുകൾ പ്രകാരം ഇപ്പോൾ നിവിന് ഒരു കിടിലൻ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു പടത്തിന് ആവശ്യമായി വരുന്നുണ്ടെന്നും കൂടാതെ തന്നെ ഈ ഒരു പടത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഒരു ഹ്യൂജ് ബഡ്ജറ്റ് പടമായതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട പടമാണ്. എന്തായാലും പടത്തെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സ് ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്.